നമ്മളിപ്പോ കസാഖിസ്ഥാനില് അൽമാട്ടിയിലാണ് കേട്ടോ. അപ്പൊ നമ്മളിപ്പോ ഒരു അസംഷൻ കത്തീഡ്രൽ ചർച്ച് എന്ന് പറഞ്ഞ ഒരു ചർച്ച് കാണാൻ പോകുന്നുണ്ടോ. അത് ഒരു 20-ാം നൂറ്റാണ്ടിൽ പണിത ഒരു ചർച്ചാണ്. അത് റഷ്യക്കാര് പണിതാണ് കേട്ടോ. അതേപോലെ ഒരു നല്ല ഭയങ്കര സംഭവമായിട്ടൊരു ചർച്ചാണ്. ആ ചർച്ചാണ് നമ്മൾ ആയിട്ട് കാണാൻ പോകുന്നത്. അപ്പൊ ഇവിടുന്ന് നമ്മൾ താമസിക്കുന്ന ഈ ഒരു അപ്പാർട്ട്മെന്റിന്റെ അവിടെ നിന്ന് കുറച്ച് നടന്നു കഴിഞ്ഞാൽ അവിടെ നമുക്കിവിടെ മെട്രോ കിട്ടും കേട്ടോ. അവിടെ നമ്മൾ താമസിക്കുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ ഫുൾ അപ്പാർട്ട്മെന്റുകളാണ്. അങ്ങനത്തെ ഒരു ഏരിയ ആണ്. ഇതിപ്പോ ഒരു പാർക്കിംഗ് ആണ് കേട്ടോ. നമ്മൾ പാർക്കിംഗ് റോഡ് ഇങ്ങനെ റോഡ് ക്രോസ് ചെയ്യുന്നത്. ഇതിന്റെ അടുത്ത് തന്നെ ഒരു മാളുണ്ട്. നമ്മളിപ്പോ മെട്രോയുടെ അടിക്ക് പോകണം കേട്ടോ. അപ്പൊ ഈ ഒരു കാണുന്ന ഒരു റോഡ് നമ്മൾക്കിപ്പോ ക്രോസ് ചെയ്യണം. അപ്പൊ നമ്മള് ഈ അൽമാട്ടിയിൽ വന്ന് റൂം എടുക്കണമെങ്കിൽ മെട്രോന്റെ അടുത്ത് നമ്മൾ റൂം എടുക്കണമെങ്കിൽ അത്യാവശ്യം ഈ സിറ്റി ടൂറൊക്കെ മെട്രോ വഴി നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. എന്താ വെച്ചാല് മെട്രോ ഭയങ്കര ചീപ്പാണ്. 150 ടെങ്കൊക്കെ ഉള്ളതുകൊണ്ട് ടിക്കറ്റിന്റെ ചാർജ്. നമ്മള് ടാക്സിക്കൊക്കെ ആണെങ്കിൽ 2000-3000 തുടങ്ങും. ഇത് 150 ടെങ്ക എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ചീപ്പായിട്ട് പോകാൻ പറ്റുന്ന പരിപാടികളുണ്ട്. എന്തായാലും മെട്രോയിൽ എക്സ്പീരിയൻസ് ചെയ്യാം. പിന്നെ ബസ്സിൽ കയറിയിട്ടില്ല കേട്ടോ. ബസ് നമുക്ക് നമ്പറൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. അത് ചോദിച്ചു അല്ലാതെ മെട്രോ പോവാം. മെട്രോന്റെ എൻട്രൻസ് ഇട്ടോ ഫയറാണ് എഴുതിയുണ്ടോ, സ്റ്റേഷനിലാണ് എഴുതിയത്. അത് നമുക്ക് നേരെ അകത്ത് പോവാം. വലിയ ടിക്കറ്റ് കാണില്ല. സൈറ സ്റ്റേഷൻ കേട്ടോ. ഇതേപോലത്തെ ഒരു കോയിൻ ഉണ്ടോ ടിക്കറ്റ് ആയിട്ട് തന്നത്. കോയിൻ ടൈപ്പ് ടിക്കറ്റ് ഉണ്ടായിട്ട് തന്നത്. ആ കോയിൻ നമുക്ക് അതിലിങ്ങനെ ഭണ്ഡാരത്തിൽ ഇടണം പോലെ ഇടണം. ഇട്ട് കഴിഞ്ഞാൽ ഗേറ്റ് തുറക്കും. അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് കേട്ടോ. നമുക്ക് അറിയില്ലായിരുന്നു. നമ്മളിപ്പോൾ കാണിച്ചു തന്നു. ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്, കാണാം. അപ്പൊ നമ്മളിങ്ങനെ കസാഖിസ്ഥാനിൽ വന്നിട്ട് മെട്രോ ട്രെയിൻ യൂസ് ചെയ്യാൻ പോകും കേട്ടോ. ഫുള്ള് അണ്ടർഗ്രൗണ്ട് ആണ്. കുട്ടികൾക്ക് പൈസ കുറവാണ് കേട്ടോ. നമുക്ക് 120 ആണെങ്കിൽ കുട്ടികൾക്ക് 60 ഉള്ളൂ കേട്ടോ. അപ്പൊ അങ്ങനെ അവർക്കൊരു റെഡ് കോയിനാണ് നമുക്ക് തന്നത്. നമുക്ക് നോർമല് വലിയ ആൾക്കാർക്ക് യെല്ലോ കോയിനും ചെറിയ ആൾക്കാർക്ക് റെഡ് കോയിനും കേട്ടോ. കുറച്ചു നേരം വെയിറ്റ് ചെയ്തപ്പോഴേക്കും തന്നെ നമ്മുടെ അൽമാട്ടിയിലെ ആ ഒരു മെട്രോ എത്തിയിട്ടോ. നമ്മളിപ്പോൾ ദുബായിലൊക്കെ ഉള്ള പോലെയുള്ള ഒരു മെട്രോ ആണ്. അതേപോലെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അത്യാവശ്യം നല്ലൊരു അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു മെട്രോ ട്രെയിനാണ്. ഏകദേശം ഒരു 4-5 സ്റ്റോപ്പ് കഴിഞ്ഞപ്പോഴേക്കും തന്നെ നമുക്ക് ഇറങ്ങാനുള്ള ആ ഒരു സ്ഥലം എത്തിയിട്ടോ. സിബെക് സോളി എന്ന് പറയുന്ന ആ ഒരു മെട്രോ സ്റ്റേഷനിലാണ് നമ്മൾ ഇറങ്ങിയത്. നമ്മൾ ഈ കാണുന്നത് പണ്ട് കാലത്ത് ഇവരുപയോഗിച്ചിരുന്ന ആ ഒരു സിൽക്ക് റോഡിന്റെ ചരിത്രമാണ് ഈ ഒരു വാളിൽ അവർ ഫുള്ള് ചെയ്ത് വെച്ചേക്കുന്നത്. കുറച്ച് നേരം അവിടെ നിന്ന് അവിടുത്തെ ആ കാഴ്ചകൾ കണ്ടതിന് ശേഷം നമ്മളിപ്പോൾ നേരെ പുറത്തേക്ക് പോകണം കേട്ടോ. നമ്മൾ തിരിച്ച് ഇറങ്ങുമ്പോൾ അവിടെ പഞ്ചിങ്ങോ അങ്ങനെ കാര്യങ്ങളോ ഒന്നുമില്ല. ഫ്രീ ആയിട്ട് നമുക്ക് ഇറങ്ങാം. മെട്രോ സ്റ്റേഷനിൽ പുറത്തിറങ്ങിയത് ഭയങ്കര രസമുള്ള ഒരു സ്ട്രീറ്റിലേക്കാണ് ഇറങ്ങിയത്. ഒരുപാട് കുട്ടികൾ അവിടെ പാർക്കിൽ കളിക്കുന്നുണ്ടായിരുന്നു. എല്ലാ സ്ട്രീറ്റിലും ഇവിടെ പിള്ളേർക്ക് കളിക്കാനുള്ള ഒരു പ്ലേ ഗ്രൗണ്ട് ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ നേരെ നടക്കണം കേട്ടോ. നമ്മുടെ കത്തീഡ്രല് 6 മണിക്ക് ക്ലോസ് ചെയ്യുന്ന പറഞ്ഞേ. അപ്പൊ അതുകൊണ്ട് നമ്മൾ നേരത്തെ പോകണം, അല്ലെങ്കിൽ പണിയാണ്. ഇവിടെ കുറെ പിള്ളേരുകൾ ഇരിക്കുന്നുണ്ട്. കുറെ പിള്ളേരുകൾ ഇരിക്കുന്നുണ്ട്. കുറെ ട്രാഫിക് ജാം നല്ല പോലെ ഉണ്ട് കേട്ടോ. ഭയങ്കര ലെങ്ത് വണ്ടികൾ കിടക്കുന്നുണ്ട് ഇവിടെ. അതിരാവിലെ സൂര്യൻ ഉദിക്കട്ടോ. ഏകദേശം ഒരു 5 മണിയൊക്കെ ആകുമ്പോഴാണ് സൺറൈസ് വരുന്നത്. അതുപോലെ സൺസെറ്റ് ആവണമെങ്കിൽ ഏകദേശം ഒരു 8 മണിയെങ്കിലും കേട്ടോ. അത്രമാത്രം പകല് കൂടുതലാണ് ഇവിടെ ഉള്ളത്. പാൻസിലോ എന്നൊരു പേര് ഈ പാർക്കിന് വരാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാല്, മുമ്പ് 2ാം ലോക മഹായുദ്ധകാലത്ത് ഇവിടെ റഷ്യക്ക് പാൻസിലോ എന്ന് പറയുന്ന ഒരു സൈനിക ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അതിലൊരു ഏകദേശം 24 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ അവര് യുദ്ധത്തില് മരണപ്പെട്ടു പോയി എല്ലാവരും. അപ്പൊ അതുകൊണ്ട് അവരുടെ സ്മരണയ്ക്ക് വേണ്ടിയാണ് ഈ ഒരു പാർക്ക് അവർ നിർമ്മിച്ച് അതിന് അവരുടെ ആ ഒരു പേര് കൊടുത്തത് കേട്ടോ. വലിയൊരു കാട്ടിൽ കയറിയ ഒരു പ്രതീതിയാണ് കേട്ടോ. നല്ല തണുപ്പാണ് ഇതിന്റെ ഉള്ളില്. അത്രമാത്രം മരങ്ങളാണ് ഇവര് ഇതിന്റെ ഉള്ളിൽ വെച്ച് കൂട്ടിയത് കേട്ടോ. അതിന്റെ ഉള്ളില് കൂടെ ചെറിയ ചെറിയ ഈ റോഡുകളാണ് കൊടുത്തത്. അപ്പൊ ആ റോട്ടിൽ നമ്മളിങ്ങനെ പോകുമ്പോൾ നല്ല തണുപ്പുണ്ട് അതിന്റെ ഉള്ളിൽ. എന്താ വെച്ചാൽ വെയില് ഉള്ളിലേക്ക് കയറാത്ത അത്രമാത്രം വലിയ രീതിയിലുള്ള മരങ്ങളാണ് നിൽക്കുന്നത്. കസാഖിസ്ഥാനിലെ മനോഹരമായ നഗരമായ അൽമാട്ടിയിൽ പച്ചപ്പിനും ചരിത്ര സ്മരണകൾക്കും പ്രശസ്തമായ ഒരു സ്ഥലമാണ് പാൻഫിലോ പാർക്ക്. 1870-കളിൽ സ്ഥാപിച്ച ഈ പാർക്ക് 2ാം ലോക മഹായുദ്ധത്തിൽ 28 പാൻഫിലോ സൈനികരെ അനുസ്മരിച്ചാണ് നാമകരണം ചെയ്തിരിക്കുന്നത്. ഈ പാർക്കിന്റെ ഹൃദയഭാഗത്ത് പൂർണ്ണമായും മരത്തിൽ നിർമ്മിച്ച ഒരു അസംഷൻ കത്തീഡ്രൽ ഉണ്ട്. പൂർണ്ണമായും മരത്തിൽ നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള ശില്പങ്ങളിലൊന്നാണ് ഈ കത്തീഡ്രൽ.
19-ാം നൂറ്റാണ്ടിന്റെ അവസാനം തുർക്കിസ്ഥാനിലെ ബിഷപ്പുമാർ അൽമാട്ടിയിൽ ഒരു റഷ്യൻ ഓർത്തഡോക്സ് ചർച്ച് സ്ഥാപിക്കുന്നതിനെ കുറിച്ച് ചർച്ച നടത്തി. 1903 സെപ്റ്റംബർ 26 തുർക്കിസ്ഥാനും താഷ്കണ്ടിലുള്ള ബിഷപ്പായ പൈസി വിനോഗ്രഡോവ് ചർച്ചിന്റെ അടിസ്ഥാന ശില പ്രതിഷ്ഠിച്ചു. 1904 മുതൽ 1907 വരെ കത്തീഡ്രലിന്റെ നിർമ്മാണം നടന്നു. 1911 ഭൂകമ്പത്തിൽ അൽമാത്തിയിൽ കനത്ത നാശനഷ്ടങ്ങൾ വന്നപ്പോൾ ഈ കത്തീഡ്രലിന് വളരെ ചെറിയ നാശനഷ്ടങ്ങൾ മാത്രമാണ് നേരിട്ടുള്ളൂ. ഇതിൽ ഏറ്റവും വലിയ അതിശയം ഒരു ആണി പോലും അടിക്കാതെ നിർമ്മിച്ചതാണ് ഈ കത്തീഡ്രൽ എന്നതാണ്. ചില ബിഷപ്പുമാർ ഇത് ദൈവിക ഇടപെടലായാണ് കണക്കാക്കിയിരുന്നത്. കത്തീഡ്രലിന്റെ ഘടന മോസ്കോയും കീവും അടിസ്ഥാനമായിട്ടുള്ള ആർട്ട് വർക്ക് ഷോപ്പുകളിൽ നിർമ്മിച്ചതാണ്. റഷ്യൻ വിപ്ലവത്തിന് ശേഷമുള്ള കാലഘട്ടത്തിൽ ഈ കത്തീഡ്രൽ കസാക്ക് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കിന്റെ കേന്ദ്ര സംസ്ഥാന മ്യൂസിയമായി ഉപയോഗിക്കപ്പെട്ടു. അൽമാട്ടിയിലെ ആദ്യ റേഡിയോ ട്രാൻസ്മിറ്ററുകൾ കത്തീഡ്രലിന്റെ മണിഗോപുരത്തിലാണ് സ്ഥാപിച്ചിരുന്നത്. ഇന്നും ഒരുപാട് സ്മരണകളും ചരിത്രപരമായ സവിശേഷതകളുമായി ഈ കത്തീഡ്രൽ കസാക്കിസ്ഥാനിലെ ഓർത്തഡോക്സ് മതപാരമ്പര്യത്തിന്റെ ചിഹ്നമായി നിലകൊള്ളുന്നു. കത്തീഡ്രലിന്റെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ വരുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ട് ഫാമിലികളൊക്കെ ഒത്തുചേരുന്ന വലിയൊരു സ്ഥലമുണ്ട്. ഇത് ഫെസ്റ്റിവലിന് പോലുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കണം കേട്ടോ. എന്താ വെച്ചാൽ ഒരുപാട് ഗെയിംസുകളുണ്ട്, അതുപോലെ ഒരുപാട് പ്രാവുകളുണ്ട് കേട്ടോ. പ്രാവിന് തീറ്റൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടുത്തെ വലിയൊരു അട്രാക്ഷനാണ് കേട്ടോ ഈ കാണുന്ന പോലുള്ള കുതിരവണ്ടികൾ. ഒരാൾക്ക് 2000 ടെങ്കിയാണ് അവർ ഈ ഒരു കുതിരവണ്ടിയിൽ യാത്ര ചെയ്യാൻ വേണ്ടി ഒരു ചാർജ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഒരു റൈഡ് നമ്മൾ ബുക്ക് ചെയ്ത് നമ്മളൊരു ഫാമിലി ആയിട്ട് നമ്മളൊരു റൈഡ് ചെയ്യുമ്പോൾ കേട്ടോ ഈ കാണുന്ന ഈ പാൻഫിലോ പാർക്കിന്റെ ആ ചെറിയ ചെറിയ വഴികളിൽ കൂടിയാണ് കേട്ടോ നമ്മൾ ഈ ഒരു കുതിരവണ്ടിയോടെ നമ്മൾ ഈ ട്രാവൽ ചെയ്യുന്നത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇവിടെ പോകുന്ന ആൾക്കാർ മസ്റ്റായിട്ടും എടുക്കേണ്ട നല്ലൊരു റൈഡാണ് ഈ ഒരു കുതിരവണ്ടികളിലെ ഈ ഒരു റൈഡ്. അൽമാട്ടിയിലെ ഓരോ കാഴ്ചകളും നമ്മളെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെയുള്ള ഒരു നേച്ചറായാലും ഇവിടെയുള്ള ആൾക്കാരായാലും നമ്മളെ എപ്പോഴും വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ വെച്ചാൽ ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരാണ് കേട്ടോ. അതേപോലെ തന്നെയാണ് ഇവിടെയുള്ള കുറേ കുട്ടികൾ ഭയങ്കര സ്നേഹമായിരുന്നു, നല്ല രീതിയിൽ നമ്മുടെ അടുത്ത് പെരുമാറുന്ന കുട്ടികളുടെ കുറച്ച് കാഴ്ചകളൊക്കെ നമുക്കിപ്പോൾ കാണാം. Okay, bro. Kazakhstan, yes. Hi, bro. Hello. My name is Nursultan. Babayev Nursultan. You are from India. Mumbai. കേരള. കുറെ പിള്ളേരുണ്ട് കേട്ടോ. പിള്ളേർ ക്യാമറ കണ്ടപ്പോ ഭയങ്കര ഒരു സംഭവമായിരുന്നു. നമ്മൾ നമ്മുടെ ചാനലൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പൊ ചാനലൊക്കെ കുറെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ക്യാമറ കണ്ടപ്പോ ഭയങ്കര സന്തോഷം പിള്ളേർക്ക്. കുറെ മിനി സബ്സ്ക്രൈബർ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും നല്ലൊരു കാര്യമാണ്. അപ്പൊ അടിപൊളിയായിരിക്കണം നമ്മുടെ കസാക്കിസ്ഥാനിലെ പിള്ളേര്. അപ്പൊ നമ്മുടെ ഇവിടുത്തെ കത്തീഡ്രലിന്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ ഈ അടുത്തൊരു ബസാറിലേക്ക് പോകണം കേട്ടോ. ഗ്രീൻ ബസാർ എന്ന് പറഞ്ഞ ഒരു ബസാറിന്റെ ഇവിടെ. അപ്പൊ നമ്മളങ്ങനെ ഈ പാൻഫിലോ പാർക്കിൽ കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമുക്ക് ഗ്രീൻ ബസാറിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് നടക്കാവുന്ന വഴിയുള്ളൂ കേട്ടോ. അപ്പം അങ്ങനെയുള്ള ടൂറാണ് നമ്മൾ പ്ലാൻ ചെയ്തതാണ്. ഇന്ന് മാക്സിമം വൈകുന്നേരം വരെ ഇങ്ങനെ നടന്ന് കാണാം അങ്ങനെയുള്ള പരിപാടി. മെട്രോക്കൊക്കെ യൂസ് ചെയ്ത് പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കസാഖ് ദേശാഭിമാനത്തിന്റെ പ്രതീകമായ പാൻഫിലോ സൈനികന്റെ ഒരു പ്രതിമയാണ് കേട്ടോ.
സെക്കൻഡ് വേൾഡ് വാർ 2 പാൻഫിലോ സൈനികർ ഉപയോഗിച്ചിരുന്ന ആ വലിയൊരു പീരങ്കിയാണ് കേട്ടോ. അതിൻ്റെ ആ ഒരു ഒറിജിനൽ പീസ് തന്നെയാണ് ഇവിടെ ഒരു ഡിസ്പ്ലേ ചെയ്തേക്കുന്നത്. നമ്മൾ അൽമാട്ടി വിസിറ്റ് ചെയ്യുന്ന സമയത്ത് മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് പാൻഫിലോ പാർക്കും ഇവിടെയുള്ള കാഴ്ചകളും. നമ്മൾ അൽമാട്ടിയിൽ വരുമ്പോൾ കാണാൻ പറ്റുന്ന നല്ലൊരു കാഴ്ചയാണ് കേട്ടോ ഇവിടുത്തെ ഈ പബ്ലിക് ട്രാൻസ്പോർട്ട് ബസ്സുകൾ. ഡയറക്റ്റ് ലൈനിൽ കണക്ട് ചെയ്ത് ഓടുന്ന ഇലക്ട്രിക് ബസ്സുകളാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. നമ്മൾ പോകുന്ന വഴിക്ക് നമ്മൾ KFC കണ്ടുവിടും. KFC കഴിക്കാമെന്ന് വിചാരിച്ച് നമ്മൾ നേരെ KFCയിലേക്ക് പോയതാണ്. അത്യാവശ്യം നല്ലൊരു ഷോപ്പാണ് കേട്ടോ. ചെറിയ രീതിയിലൊക്കെ തിരക്കൊക്കെ ഉണ്ട്. 7200 ടെങ്ക കൊടുത്ത് വാങ്ങിച്ചിട്ടുണ്ടോ നമ്മള്. 9 പീസ് കൊടുത്ത് സാധനം വാങ്ങിച്ചൊരു പ്ലേറ്റ് പോലെ ഇല്ല. നമ്മള് കയ്യിലെടുത്ത് ചുമ്മാ എടുത്ത് കഴിച്ചോളണം. വേണ്ട ടേസ്റ്റ് എങ്ങനെയുണ്ട്? നോർമൽ. ഉസ്ബെക്കിസ്ഥാനിൽ നമ്മൾ പോയപ്പോൾ നമ്മൾ 5000, 10000, 1 ലക്ഷം, 2 ലക്ഷം അങ്ങനെയുള്ള റേഞ്ചിലുള്ള കണക്കായിരുന്നു കേട്ടോ. ഇവിടെ വന്നപ്പോൾ നമ്മളത് 1000ലേക്ക് ആയത്. 1000 മാറി. അതെന്ന് വെച്ചാൽ അവിടെ 10,000 നോട്ടാണെങ്കിൽ ഇവിടെ 1000 നോട്ടാണ് മാക്സിമം നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഒരു ദറംസ് നമ്മൾ കൊടുക്കണമെങ്കിൽ 130 ടെങ്ക കിട്ടും നമുക്ക്. ദറംസായിട്ട് കമ്പയർ ചെയ്യുന്നത് ഭയങ്കര ചീപ്പാണ് ഇവിടെ. ഉസ്ബെക്കിസ്ഥാനിലേക്കാളും കുറച്ചുകൂടി ഡെവലപ്ഡാണ്. ഉസ്ബെക്കിസ്ഥാനിലായാലും ഇവിടെ ആയാലും രാത്രി ആയി കഴിഞ്ഞാൽ ഭയങ്കര രസമാണ് കേട്ടോ. ഇവിടെ ഇപ്പൊ ഏകദേശം ഒരു 7 മണി ആവാറായിട്ട് ഇതേവരെ സൺസെറ്റ് ആയിട്ടില്ല. നമ്മൾ നേരെ ഗ്രീൻ ബസാറിലേക്ക് പോകാൻ പോകുന്നത് കേട്ടോ. പോയി നോക്കാം. ഇതാണ് ഗ്രീൻ ബസാർ. അപ്പൊ ഒന്നുമില്ല, വെറുതെ പച്ചക്കറി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വിൽക്കണ ഒരു മാർക്കറ്റ് ആണ് കേട്ടോ ഈ ഗ്രീൻ ബസാർ. അങ്ങനെ വലിയൊരു സംഭവം എന്ന് പറയുന്നില്ല. നമ്മളുള്ള മാർക്കറ്റ് പോലത്തെ ഇവിടുത്തെ ഒരു മാർക്കറ്റ്. നമ്മൾ ഈ കാണുന്നത് കുതിരയുടെ ഇറച്ചിയും അതേപോലെ കുതിരയുടെ സോസേജും വിൽക്കുന്ന ഒരു ഷോപ്പാണ് കേട്ടോ. സമയം ഏകദേശം 8 മണി ആവാറായിട്ട്. അതുകൊണ്ട് സണ്ണിങ്ങനെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആകാശമൊക്കെ കാണാൻ ഭയങ്കര രസമാണ്. നമ്മളങ്ങനെ രാത്രി അൽമാട്ടിക്കോടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അതിപ്പോൾ ഇപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനിയിപ്പോൾ വേറൊരു സ്ട്രീറ്റ് ഉണ്ട്. ആ സ്ട്രീറ്റിൻ്റെ അവിടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ പോണത് അർബാദ് സ്ട്രീറ്റ് എന്ന് പറയുന്ന സ്ട്രീറ്റിലേക്കാണ്. ഇവിടെ ഈ ലൈവ് പെർഫോമൻസുകളൊക്കെ നടക്കണ്ടാവും. അൽമാട്ടി വിസിറ്റ് ചെയ്യുന്ന ആൾക്കാർ മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് ഈ ഒരു അർബാദ് സ്ട്രീറ്റ്. വൈകിട്ടാണ് ഇവിടെ ശരിക്കും ആക്റ്റീവ് ആവുന്നത്. ഒരുപാട് ഡാൻസ് മത്സരങ്ങൾ, അതേപോലെ ഒരുപാട് ഗെയിംസുകൾ, അതേപോലെ ഒരുപാട് ഫുഡ് കഴിക്കാനുണ്ട്. അങ്ങനെ ഭയങ്കര രസമാണ് ഇവിടെ കാണാൻ. അതേപോലെ തന്നെ ഒരുപാട് സ്ട്രീറ്റ് പെർഫോമൻസും എല്ലാം ഉള്ള ഒരു നല്ലൊരു സ്ട്രീറ്റാണ്. എപ്പോഴും നല്ല ആക്റ്റീവാണ്. സമയം പോകുന്നത് അറിയേയില്ല. അർബാദ് സ്ട്രീറ്റിലെ കാഴ്ചകൾ അവസാനിക്കുന്നില്ല കേട്ടോ. മുന്നോട്ട് പോകും തോറും നല്ല നല്ല കാഴ്ചകളാണ് ഇവിടെ കണ്ടത്. നമുക്ക് ചെറിയ കുട്ടികളൊക്കെ വന്നിട്ട് ചെറിയ ഒരു ബിസിനസ്സൊക്കെ നടത്തുന്നത്. അതേപോലെ തന്നെ ഇവിടെ സ്റ്റാച്ചു ആയി നിന്നിട്ടുള്ള ഒരു പെർഫോമൻസ്, അതേപോലെയുള്ള ഒരുപാട് പെർഫോമൻസുകളും അതേപോലെ ഒരുപാട് ആക്ടിവിറ്റീസുകളൊക്കെ ഉള്ള ഒരു നല്ലൊരു സ്ട്രീറ്റാണ്. ഇപ്പോഴും നല്ല ആക്റ്റീവാണ്. ഭയങ്കര രസമാണ്. നമുക്ക് സമയം പോകുന്നത് അറിയത്തേ ഇല്ല. കസാക്കിസ്ഥാനിലെ ട്രഡീഷണലായ ഒരുപാട് റെസ്റ്റോറൻറ്റുകളൊക്കെ നമുക്ക് ഈ ഒരു സ്ട്രീറ്റിൽ കാണാൻ പറ്റും കേട്ടോ. അൽമാട്ടിയിലെ കാഴ്ചകൾ അവസാനിക്കുന്നില്ല. ഇനിയും പുതിയ പുതിയ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് ഇനി അടുത്തൊരു ദിവസം വരാം. ഇതിപ്പോൾ നമ്മൾ തിരിച്ച് നേരെ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിലേക്ക് പോകാൻ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ച് നമ്മുടെ മെട്രോ സ്റ്റേഷനിലെത്തി ഇനി ഇവിടെ നമ്മൾ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. നമ്മുടെ ട്രെയിൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും പുതിയ പുതിയ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്തൊരു എപ്പിസോഡിൽ കാണാം. ഓക്കെ, ബൈ.